അതെ എനിക്ക് സമയമായി, വേഗം ആക്കിക്കോ. ഇവിടെ ഇല്ലേ? അമ്മേ ഇതെവിടെ പോയി കിടക്ക? ഇപ്പൊ നോക്കിയാലും ഇവിടെ ഉണ്ടാവില്ല. ഇനി ഇതിപ്പോ എല്ലാം ഞാൻ തന്നെ ആക്കണ്ടേ? ചോറും കറിയൊക്കെ ഇവിടെ ഒന്നും നോക്കിയിട്ടില്ലല്ലോ. അതെ അതെ, എന്താ സന്ധി രാവിലെ ഒച്ച ഉണ്ടാക്കുന്നത്? രാവിലെ എണിച്ചാ എനിക്ക് പോണെന്നറിയില്ലേ? ഇത്രയും നേരമായിട്ട് അടുക്കളയിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ അമ്മ എവിടെ പോയി കിടക്കുക? ഒന്നും ഉണ്ടാക്കിയില്ലെന്നോ? അല്ല, ഈ അമ്മ രാവിലെ എവിടെ പോയി കിടക്കുക? അത് നിങ്ങൾ എന്നോടാ ചോദിക്കുന്നത്? രാവിലെ എണിച്ച് ആരെങ്കിലും വീട്ടിൽ ഭർത്ത എന്താടാ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? നിങ്ങളൊക്കെ ആദ്യമായിട്ട് കാണാ? എന്താ അമ്മ ഈ കോലത്തില്? എന്താണ് ഈ കോലത്തിന് തെറ്റ്? എനിക്കിതൊന്നും ഇടാൻ പറ്റില്ലേ? അല്ല, രാവിലെ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് എവിടെ പോയതാ? ഞാനൊന്ന് നടക്കാൻ പോയതാടാ. എനിക്ക് എന്റെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ? വയസ്സാം കാലത്ത് ഒരു കോപ്രായം. നിങ്ങൾ ആരോഗ്യം നോക്കി എന്തോ ചെയ്. രാവിലെ എനിക്ക് ചോറും കറിയും ഉണ്ടാക്കിയിട്ട് വേണം നടക്കാൻ പോകാൻ, തേങ്ങയൊക്കെ ചെയ്യാൻ. ഞങ്ങൾക്ക് പോണ്ടതല്ലേ ജോലിക്ക്? ഞാൻ രാവിലെ ഒരു കട്ടൻ ചായ 2 കഷ്ണം ബ്രെഡേ കഴിക്കുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ്. അതിനു വേണ്ടി എന്തിനാ ഞാൻ പുലർച്ചയ്ക്ക് ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്റെ ആരോഗ്യം കളയാൻ നിൽക്കുന്നത്? നിങ്ങൾ രണ്ടാളിന് കയ്യും കല്ലും ഒരു കുഴപ്പമില്ലല്ലോ, വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കും. എന്നെന്ത് കണ്ടു നിൽക്കുന്ന? എന്ത്? ഞങ്ങൾ ചോറും കറി ഉണ്ടാക്കണമെന്നോ? അതെ, നിങ്ങളെ പോലെ ഒരു പണിയില്ലാതെ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കല്ല, ജോലിക്ക് പോകുന്നവരാ. അതെ മോളെ, ഒന്ന് അടങ്ങ്. നീ എങ്ങോട്ടാ കേറി പോകുന്നത്? ഞാൻ കുറെ കാലമായി കേൾക്കുന്നു വെറുതെ വീട്ടിലിരിക്കല്ലേ എന്ന്. ഞാൻ എപ്പോഴാണ് വെറുതെ വീട്ടിൽ നിൽക്കുന്നത്? രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളുടെ എല്ലാ പണി ഞാനല്ലേ ചെയ്തു തരുന്നത്. അതെ, നിങ്ങളുടെ രണ്ടാളുടെ ഔദാര്യത്തിൽ ഞാൻ കഴിയുന്നില്ല. എന്റെ ഭർത്താവ് ആകുന്ന കാലത്ത് കുറച്ച് പറമ്പ് വാങ്ങിയിട്ടുണ്ട് എന്റെ പേർക്ക്. അതൊന്ന് മാസം 10-15 ആദായം കിട്ടുന്നില്ലേ? അല്ല, മുഴുവൻ നിന്റെ ഭർത്താവല്ലേ വാങ്ങിയെടുക്കുന്നത്? അത് എനിക്ക് അവകാശപ്പെട്ടതാ. ഒരു രൂപ പോലും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഇരിക്കുന്ന വീടുണ്ടല്ലോ, അതും എന്റെ പേർക്കാ. അല്ല, അമ്മേതപ്പോ എങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയാതിരിക്കൂടാ? അങ്ങനെ നിങ്ങൾ രണ്ടാളും എന്നോട് ചെയ്യുന്നത്. എന്തോ എന്റെ അന്ന് പൊട്ട ബുദ്ധിക്ക് വീടും പറവും വിറ്റും മക്കളും വിദേശത്ത് പഠിപ്പിക്കാൻ പറഞ്ഞതാ. അങ്ങേർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അത് ചെയ്തില്ല. അങ്ങേര് അന്നേ പറഞ്ഞതാ, വയസ്സാം കാലത്ത് മാതാപിതാക്കളുടെ പേരിൽ ഒന്നുമില്ലെങ്കിൽ മക്കളുടെ മുന്നിൽ വെറും ചവറ് കുപ്പിയാകുന്നുള്ളത്.